السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫ് 110 ആയത്തുകളോടുകൂടി അതിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു അറിയിക്കുകയാണ്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും. അന ബശറുൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്തായി? ഞാൻ മനുഷ്യനാണ്. മിസ്ലുക്കും എന്ന് പറഞ്ഞാലോ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഇന്നമാ എന്നുകൂടി മുന്നിൽ വരുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാനും എന്ന് നബിയെ പറയുക. എന്നാൽ സാധാരണ ഒരു മനുഷ്യനാണോ? അല്ല. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണുള്ളത്? യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് നൽകപ്പെടുന്നു, ബോധനം നൽകപ്പെടുന്നു. ഔഹ യൂഹി, ഊഹിയ നൽകപ്പെട്ടു, വഹ്യ് നൽകപ്പെട്ടു. അതിൻ്റെ മുളാരിയാണ് യൂഹ. വഹ്യ് നൽകപ്പെട്ടു, എനിക്ക് വഹ്യ് നൽകപ്പെടുന്നു. എന്താണ് എനിക്ക് വഹ്യ് നൽകപ്പെട്ടിട്ടുള്ളത്? അന്നമാ ഇലാഹുക്കും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ, ഇലാഹ്. അന്നമാ ഇലാഹുക്കും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ, ഇലാഹും വാഹിദുൻ, ഏകനായ ആരാധ്യനാണ്. ഇലാഹും വാഹിദുൻ, ഏകനായ ആരാധ്യനാണ്. ഫമൻ കാന യർജു, ആകയാൽ ഫമൻ കാന യർജു, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ. റജാ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, അതിൻ്റെ മുളാരിയാണ് യർജു. ആഗ്രഹം എന്നുള്ളതിന് റജാ എന്ന് പറയും. റജാ, ഇതൊക്കെ നമ്മൾ അറബിയിൽ സാധാരണ കേൾക്കുന്നതാണ് ക്ലാസ്സുകളിലൊക്കെ. റജാ, ഖൗഫ് എന്നൊക്കെയുള്ള വേർഡുകൾ. ഇവിടെ റജാ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഇവിടെ റജാ, ആഗ്രഹിച്ചു, അതിൻ്റെ മുളാരിയാണ് യർജു. ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്താഗ്രഹിക്കുന്നുവെങ്കിൽ? ലിഖാഅ റബ്ബിഹി, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. ലഖിയ എന്നാണ് അതിൻ്റെ മാദി, പാസ്റ്റ് ടെൻസ്. ലഖിയ കണ്ടുമുട്ടി. ലിഖാ കണ്ടുമുട്ടൽ. ആരെങ്കിലും
തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫൽയഅമൽ, അപ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ. അമില യഅമലു, ഫലിയഅമൽ, അതാണ് ഫൽയഅമൽ ആയത്. ലിയഅമൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കട്ടെ. ഫൽയഅമൽ, ഫലിയഅമൽ എന്ന് പറയൂല, അതുകൊണ്ട് ലാമിന് സുക്കൂൻ കൊടുത്തിട്ട് ഫൽയഅമൽ, അപ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ. അമലൻ സാലിഹൻ, സാലിഹായ കർമ്മങ്ങൾ, സാലിഹായ പ്രവർത്തനം അവൻ പ്രവർത്തിക്കട്ടെ. അത് മാത്രം പോരാ, വലാ യുശ്രിക്, അശ്റക പാർട്ട്ണറെ ചേർത്തു, പങ്കു ചേർത്തു. വലാ യുശ്രിക്, അവൻ പങ്കു ചേർക്കുകയും ചെയ്യാതിരിക്കട്ടെ. വലാ യുശ്രിക്, അവൻ പങ്കു ചേർക്കുകയും ചെയ്യാതിരിക്കട്ടെ. ബി ഇബാദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ, തൻ്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അഹദൻ, ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇതാണ് ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഇനി എന്താണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇതിൽ പ്രധാനമായി 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പ്രവാചകന്മാരെല്ലാം മനുഷ്യർ തന്നെയാണ്. എല്ലാ നബിമാരും ആരെന്നെയാണ്? മനുഷ്യന്മാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകം അള്ളാഹു അറിയിക്കാൻ കാരണം? ഓരോ കാലഘട്ടങ്ങളിലും നബിമാർ വരുമ്പോൾ അതാത് കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാരൊന്നും ഇങ്ങനെ ദൈവദൂതനാകാൻ പറ്റൂല. അമാനുഷികമായ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ തരാൻ പറ്റണം അവർക്ക്. അല്ലാതെ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുക, നമ്മളെപ്പോലെ നടക്കുക, ഉറങ്ങുക പോലെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പറ്റൂല. അവരൊന്നും ദൈവികമായ നിലക്ക് കഴിവുകൾ അവർക്ക് നമ്മൾ ചോദിക്കണമൊക്കെ കാണിച്ചു തരാൻ പറ്റണം. എന്തും അവർക്ക് ചെയ്യാൻ പറ്റണം. ഒന്നും കഴിയില്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തോരെ ആരാകാൻ പാടുള്ളൂ എന്നാണ് അവിശ്വാസികൾ കണ്ട പ്രവാചകൻ. അത് ഏത് നബിമാർ വരുമ്പോഴും ആ സമൂഹം അത് പറഞ്ഞിരുന്നു. സൂറത്ത് ഇബ്രാഹിം 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, പ്രവാചകന്മാർ വന്ന ജനങ്ങളോട് തൗഹീദ് പറയുമ്പോൾ, ഏത് നബിമാർ വന്നിട്ടും ജനങ്ങളോട് തൗഹീദ് പറയുമ്പോൾ സൂറത്ത് ഇബ്രാഹിമിലെ 10-ാമത്തെ ആയത്തിൽ ആ വിഷയമാണ് അല്ലാഹു പറയുന്നത്. ഏകനായ സ്രഷ്ടാവായ ആകാശഭൂമികളെ മുഴുവൻ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിൽ നിങ്ങൾ സംശയിക്കുകയാണോ എന്ന് പ്രവാചകന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ജനങ്ങളോട് തൗഹീദ് പഠിച്ചപ്പോൾ പറഞ്ഞു. എല്ലാ നബിമാരും വന്നിട്ട് ആദ്യം ജനങ്ങളോട് പറയാ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആ സമൂഹം നിലനിന്നിരുന്ന ശിർക്കിനെതിരെയുള്ള പ്രഖ്യാപനമാണ്. അപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സമൂഹം ശിർക്കിൻ്റെതായ പ്രചാരകരും അതിൽ മുങ്ങിക്കുളിച്ച ഒരാളുകളുമാകുമ്പോഴാണ് അടുത്ത നബി വരിക. അങ്ങനെയാണ് ഓരോ നബിമാരും രംഗപ്രവേശം ചെയ്തത്. അങ്ങനെ ആ നബിമാർ വന്നിട്ട്, പ്രവാചകന്മാർ വന്ന് ജനങ്ങളോട് ഈ തൗഹീദ് പറയുമ്പോൾ ആളുകൾക്കൊരു സംശയം, അങ്ങനെ അള്ളാഹനെ മാത്രം ആരാധിക്കേ, അത് മാത്രം കൊണ്ട് കാര്യം നടക്കുമോ? അപ്പോൾ പ്രവാചകന്മാരൊക്കെ അവരോട് ചോദിച്ചിരുന്നു, അഫില്ലാഹി ശക്കുൻ, നിങ്ങൾ അള്ളാഹിൻ്റെ കാര്യത്തിലാണോ ഈ ശക്ക്? ആരാ അള്ളാഹ് നിങ്ങൾ വിചാരിച്ചത്? അവൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവനാണ്. മുൻ മോഡലിൽ നിന്ന് ഒരാൾക്ക് കോപ്പി എടുക്കാൻ പറ്റും. ഫാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയില്ലാത്ത സൃഷ്ടിക്കലാണ്. അങ്ങനെയുള്ള അള്ളാഹു, അവനിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? അവനാകട്ടെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അങ്ങനെ നിങ്ങളെ നന്മയിലേക്കാണ്, എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകന്മാര് പറഞ്ഞപ്പോഴൊക്കെ ജനങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഖാലു ഇന്നൻതും ഇല്ലാ ബശറും മിസ്ലുന. അവർ കൊടുത്ത മറുപടിയാണ്. നിങ്ങൾക്കത് ഞങ്ങളോട് പറയാൻ എന്താ അവകാശം? ഇന്നൻതും, നിങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരും അല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്ത് ദൈവികതയുള്ളത്? നിങ്ങൾക്ക് എന്താ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദിവ്യത്വം പറയാൻ എന്താ നിങ്ങൾക്ക് അവകാശമുള്ളത്?
നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. ആ വക രൂപത്തിലുള്ള വാദങ്ങളുമൊക്കെയായി നിങ്ങൾ വരുന്നതിൻ്റെ താല്പര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്താ നിങ്ങളുടെ താല്പര്യം? തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻ തസുദ്ദൂന, ഞങ്ങളെ തടയലാണ്. അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരായിട്ട് ഇവരെ ആരാധിച്ചു വന്നിരുന്ന കുറേ ഇവിടുത്തെ പാരമ്പര്യമായ ഞങ്ങളുടെ കുറേ വിശ്വാസങ്ങളുണ്ട്. അതൊന്നും പാടില്ല എന്ന് പറയാനാണ് നിങ്ങളിപ്പോൾ ഈ മെനക്കെടുന്നത്. അതിനപ്പോൾ നിങ്ങൾ ഞാൻ ദൈവദൂതനാണ്, എനിക്ക് ആ പ്രത്യേകത ഉണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതുകൊണ്ട് ഫൗത്തൂനാ ബി സുൽത്താനി മുബീൻ, വ്യക്തമായ രേഖകൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ പ്രവാചകന്മാർ ഇങ്ങനെ അനുയായികൾ അതല്ലെങ്കിൽ ശത്രുക്കൾ അവരുടേതായ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിലുള്ള മറുപടികൾ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ നബിമാരെന്താ പറയേണ്ടത്? ഞങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ല എന്നല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത്? എന്താ മറുപടി പറഞ്ഞത്? സൂറത്ത് ഇബ്രാഹിം 11 തൊട്ടെന്നുള്ള ആയത്തിൽ എന്താ പറയുന്നത്? ഖാലത്ത് ലഹും, അവരോട് പറഞ്ഞു. ആര് പറഞ്ഞു? റുസുലുഹും, അവരുടെ ദൂതന്മാര് പറഞ്ഞു. ചോദ്യം എന്താണ്? ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റൊന്നും അല്ല നിങ്ങൾ. അപ്പൊ പ്രവാചകന്മാരെന്താ മറുപടി പറയുന്നത്? ഇന്നഹിനു, ഞങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരും അല്ല. അരക്കിട്ട് ഉറപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. ആരാ അല്ല എന്ന് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ നിങ്ങളും ഞങ്ങളും തമ്മിൽ ചില പ്രത്യേകത ഉണ്ട്. അതെന്താ? വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചില അനുഗ്രഹങ്ങൾ കൊടുക്കും. അതാണ് നുബൂവത്ത്. ഞങ്ങൾ നബിമാരാണ്, അള്ളാന്റെ റസൂലാണ്. നബിയും റസൂലുമാകുമ്പോൾ എന്ത് കിട്ടും? വഹി കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ കാണാത്ത പലതും ഞങ്ങൾ ആ സമയത്ത് കാണും. നിങ്ങൾ കേൾക്കാത്ത പലതും ഞങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും? കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബിമാരുടെയും ഇടയിൽ ജിബ്രീൽ വന്നു പോയിരുന്നു വഹയും കൊണ്ട്. സഹാബത്ത് ആരും ജിബ്രീലിനെ കണ്ടിട്ടില്ല, നബി തങ്ങൾ കാണുന്നുണ്ടായിരുന്നു. സഹാബത്ത് ആരും ജിബ്രീൽ ഓതിക്കൊടുക്കുന്ന വോയിസ് കേട്ടിട്ടില്ല. ആര് കേട്ടിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രത്യേകമായ നിലക്കുള്ള, അത് കേൾക്കാനും കാണുവാനുമുള്ള പ്രത്യേകമായ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകന്മാരൊക്കെ മറുപടി പറഞ്ഞതെന്താ? അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ പ്രവാചകന്മാര് തന്നെ ജനങ്ങളോട് പറയണം, വമാ കാന ലനാ, ഞങ്ങൾക്ക് പറ്റില്ല, അന്നഉതിയക്കും, നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ, ബി സുൽത്താനി, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരാന്ന് ഞങ്ങൾക്ക് പറ്റൂല, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലല്ലാതെ. ഇപ്പൊ റബ്ബിന്റെ അനുമതി ഉണ്ടെങ്കിലേ നിങ്ങൾ ചോദിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുള്ളൂ? പറ്റുള്ളൂ. നിങ്ങൾ ചോദിക്കുന്നതുമായി ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് മാജിക്കും മെസ്മരീസും കാണിക്കലല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾക്കൊട്ട് പറ്റൂല, ഞങ്ങൾക്കൊട്ട് കഴിയൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വഹി കിട്ടുന്നുണ്ട്. അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. വിഷയം ശരിക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് വളരെയേറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം വളരെ പ്രധാനമാണ്. അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ ദൂതന്മാരായി അയച്ചപ്പോ എല്ലാ നബിമാരുടെയും ശത്രുക്കൾ പറഞ്ഞു, ഇങ്ങനത്തെ മനുഷ്യന്മാർ നബിയാകാൻ കൊള്ളൂല. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നോക്കിയിട്ട് പറഞ്ഞു, വഖാലു മാലി ഹാദർ റസൂൽ, ഇയാളെന്ത് റസൂല? മാലി ഹാദർ റസൂൽ, ഇയാളെന്ത് റസൂല? യഅകുലു ത്വആം, ഇയാൾ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടി കൂടെ ഒക്കെ നടക്കും ചെയ്യുന്നുണ്ടല്ലോ. അയാളൊന്നും നബിയാകാൻ കൊള്ളൂല, ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ഇവര് കാണുന്ന ദൈവികമായ പ്രതിപുരുഷൻ എന്നൊക്കെ അവരിങ്ങനെ പറയുന്ന ആൾക്ക് എന്ത് വേണം? ഇവർ ചോദിക്കുന്നതൊക്കെ അങ്ങനെ തരാൻ പറ്റണം. അതുകൊണ്ടാണ് സൂറത്ത് ഇസ്രായിലെ അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, മുഹമ്മദ്, നീ പറയുന്നതൊക്കെ സത്യമാണ്, നീ നബിയാണെങ്കിൽ ഇപ്പൊ ഈ മരുഭൂമിയിൽ ഒരു പുഴ അങ്ങോട്ട് ഒഴുകട്ടെ.
സൂറത്ത് ഇസ്രായിൽ വളരെ കൃത്യമായി, ഞാനത് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോകാം, നിങ്ങൾ വിഷയം ശരിക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. കാരണം ഇത് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജനങ്ങൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക. സൂറത്ത് ഇസ്രായിൽ 91 മുതൽക്കുള്ള ആയത്താണ് ഞാൻ വായിക്കുന്നത്. നോട്ട് ചെയ്യാം, നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്തിട്ട് പിന്നെ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. വഖാലു, അവർ പറഞ്ഞു, ലൻ നുഅ്മിന ലക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. നിങ്ങൾ ഇപ്പൊ ഭൂമിയിൽ നിന്നൊരു ഉറവൻ പൊട്ടി ഒഴുകണം. മരുഭൂമിയിലേ ഇവിടെ ഇപ്പം അങ്ങോട്ട് പൊട്ടി ഒഴുകണം മുഹമ്മദേ, എന്നാ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഇവിടുന്ന് ഇപ്പൊ ഒരു പുഴ അങ്ങോട്ട് ഒഴുകട്ടെ, അത് പറ്റൂലേ? അല്ലെങ്കിൽ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ സെക്കൻഡോൺ ഇവിടെ ഒരു ഈത്തപ്പനയുടെ ഒരു തോട്ടം ഉണ്ടാവണം. ഈത്തപ്പന മാത്രമല്ല, വഴിനബിൻ, ഗ്രേപ്പ്, മുന്തിരിയും വേണം, മുന്തിരിത്തോപ്പും വേണം. എന്നിട്ട് അത് 2 തോപ്പുണ്ടായിട്ടും കാര്യമില്ല. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അതിന് 2ന്റെ ഇടയിൽ കൂടി ഒരു പുഴ ഒഴുകണം. 2ഉം നനക്കാൻ സൗകര്യമുള്ള ഇടക്ക് നടുക്ക കൂടി ഒരു പുഴയാണ്ട് ഒഴുക്കണം. എവിടെ? മരുഭൂമിയിലേ. അതാണ് ആവശ്യം. അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ തുസ്കിത സമാ, ആകാശം അങ്ങോട്ട് വീഴട്ടെ. കമാ സഅംത അലൈനാ കിസഫ, നീ ഞങ്ങളോട് പറയണ്ടല്ലോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആകാശങ്ങളെ മേൽ വീഴും, മുകളിൽ നിന്ന് ശിക്ഷ വരും എന്നൊക്കെ പറയില്ലേ. എന്നാ അതിപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ആകാശം ഞങ്ങളുടെ മേലിങ്ങനെ കഷ്ടമായിട്ട് ഇങ്ങനെ വീഴട്ടെ. അല്ലെങ്കിൽ തഅ്തിയബില്ല, പറയണ അള്ളാനാണ് കൊണ്ടുവരെ. വൽ മലായികത്തി, മലക്കുകളെയും കബീല, കൂട്ടം കൂട്ടമായിട്ട് വരട്ടെ. അല്ലെങ്കിൽ കണ്ടോ, 92 ആയത്ത്, 92 കഴിഞ്ഞ് 93 ആയത്ത് നോക്കൂ, തുടർച്ചയായിട്ടാ പറയുന്നത്. അല്ലെങ്കിൽ യകൂന ലക ബൈത്തും മിൻ സുഹുറുഫിൻ, നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു കൊട്ടാരപ്പപ്പെടുണ്ടാവണം. ഔ തർഖാ ഫിസ് സമാ, അല്ലെങ്കിൽ നീ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകണം. അങ്ങനെ നീ കയറിപ്പോണ ഞങ്ങൾ ഇങ്ങനെ കാണണം. നീ പോയിന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. വലൻ നുഅ്മിന ലിറുഖിയിക, നീ കയറിപ്പോയാലും ഞങ്ങൾ വിശ്വസിക്കൂല. ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു, ഞങ്ങൾക്ക് തൊട്ടിങ്ങനെ വായിക്കാൻ പറ്റാവുന്ന ഒരു ബുക്കുമായിട്ടുണ്ട് ഇറങ്ങി വരുമാണ്. എങ്ങനെയുണ്ട്? അറേബ്യൻ മുശ്രിക്കുകൾ റസൂലുള്ളാഹിനോട് ചോദിച്ച വെല്ലുവിളികളാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയേണ്ടത്? അവിടെ കിട്ടോ, ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ മുദബ്ബിറുൽ ആലമാണ്, ഞാൻ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. നിങ്ങളൊക്കെ ചോദിക്കണം അപ്പണ് തരാൻ എനിക്ക് പറ്റൂല. ഇപ്പം ഞാനെന്തിനാ ഇവിടെ ഔലിയായിട്ട് നബിയാന്നൊക്കെ പറഞ്ഞ് നടക്കണത് എന്നല്ലേ ഇന്നത്തെ ആളുകളുടെ ധാരണ അനുസരിച്ച് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയണത്, ഖുൽ, ഇത്രയും വാദങ്ങൾ ഈ ശത്രുക്കൾ എന്ന് ഉന്നയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയണ, ഖുൽ, നബിയെ പറയൂ, സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് മഹാപരിശുദ്ധൻ, ഹൽ കുന്തു, ഞാനല്ലയോ, ഇല്ലാ ബശറർ റസൂലാ, ഞാനൊരു മനുഷ്യനല്ലേ, പക്ഷെ ഞാൻ റസൂലാണെന്നേ ഉള്ളൂ. ഞാനൊരു മനുഷ്യനായ റസൂല് മാത്രാണ്. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാൻ എൻ്റെ കയ്യിലാ, ഞാൻ അതൊക്കെ ചെയ്യണ്. എനിക്കതിൻ്റെ അധികാരം, എനിക്കതിൻ്റെ ഒക്കെ കഴിവ്. ആ കഴിവിൻ്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും തുല്യാണ്. നിങ്ങളെ കഴിവെന്നേ എനിക്കുള്ളൂ. പക്ഷേ മുഅ്ജിസത്തുകൾ എന്നിലൂടെ പ്രകടമാകും, കറാമത്തുകൾ പ്രകടമാകും. അപ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താ മുഅ്ജിസത്ത്, എന്താ കറാമത്ത്. മുഅ്ജിസത്തും കറാമത്തും നബിമാർക്ക് അല്ലാഹു തആല പ്രകൃത്യാ നമുക്ക് സാധാരണ കഴിവുകൾ മുമ്പേ തന്നതുപോലെ നബിമാർക്ക് അസാധാരണ കഴിവുകൾ പണ്ടേ കൊടുത്തതല്ല. നമ്മളെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് സാധാരണക്കാരന് സാധാരണ കഴിവുകൾ ഉള്ളതുപോലെ അസാധാരണക്കാരനായ നബിമാർക്ക് അസാധാരണ കഴിവുകളും അവർക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ എന്തും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും, അവർക്ക് എല്ലാം അറിഞ്ഞ കാര്യം അറിയും, അവർക്ക് എന്തും കഴിയും. എന്നാൽ അത് തെറ്റാണ്. എല്ലാ കാര്യങ്ങളിലും അവർ മനുഷ്യർ തന്നെയാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ ഉറങ്ങും പോലെ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കും പോലെ, വേദനയാകും പോലെ, വേലന്ന് വീണാൽ ചോര പൊട്ടുന്നത് പോലെ, എല്ലൊടിയും പോലെ, അതുപോലെ തന്നെ ആ പരിക്കുകൾ പറ്റുന്നതിലൂടെ, വെട്ടിയാൽ രക്തം ചോർന്ന് രക്തം ഒലിക്കുന്നതിലൂടെ രോഗം ബാധിക്കുക, ക്ഷീണം ബാധിക്കുക, തളർച്ച ബാധിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. പിന്നെ എന്താ പ്രത്യേകത? ഇവിടെ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാ അന, ഞാൻ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ എനിക്കൊരു പ്രത്യേകത ഇല്ലേ? പ്രത്യേകത ഉണ്ട്. അവിടെയാണ് നമ്മൾ പറയേണ്ടത് എന്ത്? മുജാഹിദുകള് സലഫികള് പഴച്ചോരാണ്. മുസ്ലിയാക്കന്മാർ പറയുന്ന വാക്കുകൾ എന്താ? കാരണം അവർ റസൂലുള്ളാഹിനെ സാധാരണ മുഹമ്മദാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
എന്ത് കടുപ്പപ്പെട്ട വാക്കാണത്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ കാഫിറായി പോകും. ഏതർത്ഥത്തിൽ? അള്ളാഹിന്റെ റസൂലിന് 2 കണ്ണല്ല 10 കണ്ണുണ്ട് എന്ന് പറയണോ? 3 കൈയായിരുന്നു 25 കാലായിരുന്നു എന്നാ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാനുഷികമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും പ്രവാചകരിലും ഉണ്ട്. പ്രകൃത്യാ അവിടുന്ന് ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറയണേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. പിന്നെന്താ പ്രത്യേകത? നിങ്ങൾക്കില്ലാത്തൊരു അസാധാരണത്വം എനിക്കുണ്ട്. അതെന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹീ കിട്ടുന്നുണ്ട്. വഹീ കിട്ടുന്നുണ്ട് എന്നുള്ള അസാധാരണത്വം കൊണ്ട് മറ്റെല്ലാ പ്രത്യേകതകളും അതിലൂടെ അങ്ങോട്ട് സംഭവിക്കും. അതാണ് മെയിൻ പ്രധാനപ്പെട്ട കാര്യം. യൂഹാ ഇലയ്യ, എനിക്ക് വഹീ കിട്ടുന്നുണ്ട്. വഹീ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖദീജ ബീവിയുടെ അല്ലെങ്കിൽ ആയിഷമ്മ ബീവിയുടെ മടിയിൽ തലവെച്ചിരിക്കെ ജിബ്രീൽ വന്നിട്ടുണ്ട്, ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട്. ഉമ്മയുടെ മടിത്തട്ടിൽ അള്ളാന്റെ റസൂല് വിശ്രമിക്കുന്ന വേളയിൽ വഹീ വന്നിട്ടുണ്ട്. ആയിഷമ്മ ബീവി ജിബ്രീലിനെ കണ്ടില്ല. ആര് കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി തങ്ങൾ ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, ആയിഷമ്മ ബീവി കേട്ടില്ല. അപ്പൊ എന്താണ് ആ പ്രത്യേകത? അവിടുന്ന് ആ സമയത്ത് അത് കാണേണ്ടത് കാണുന്നു, കേൾക്കേണ്ടത് കേൾക്കുന്നു. എന്നാൽ എല്ലാ സമയത്തും അസാധാരണമായിട്ട് നമ്മൾ കാണാത്തതൊക്കെ നബി തങ്ങൾ കാണുമോ? കാണൂല. നമ്മൾ കാണാത്തതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ വാരിക്കുഴിയിൽ വീണത്. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് വാരിക്കുഴിയിൽ വീണു. എന്താ വാരിക്കുഴി? ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഇതാ ഈ വാരിക്കുഴി. ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയുണ്ട്, മേലെ ചപ്പും ചവറും മണ്ണൊക്കെ വിരിച്ചിട്ട് അതിൽ ആള് വീണ് പരിക്ക് പറ്റാൻ വേണ്ടിയിട്ട്. ഉഹദ് യുദ്ധത്തിൽ ഇതേപോലെ ശത്രുക്കൾ ചെയ്തു വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതായി പോയി വീണു. വീണു എന്ന് മാത്രല്ല, അവിടുത്തെ പല്ല് പൊട്ടി, അവിടുത്തെ പല്ല് പൊട്ടി, ദന്തം പൊട്ടി, ചോര പടിഞ്ഞു, മുഖത്തിനൊന്ന് ചോരയൊഴുകി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് മദീനത്ത് ജീവിച്ചിരിക്കെ അങ്ങകലെ നജ്ജാശി രാജാവിന്റെ മരണവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. മദീനത്ത് നിന്ന് കിലോമീറ്ററുകൾ, ദിവസങ്ങൾ യാത്ര ചെയ്താലേ എവിടേക്കെത്തുള്ളൂ? അന്നത്തെ നജ്ജാശി രാജാവിന്റെ എത്യോപ്യയിലെത്തുള്ളൂ. ഇന്നത്തെ എത്യോപ്യ. മരണവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ എത്യോപ്യയിൽ വെച്ച്, ഹബ്ഷ എന്നാണ് അന്നത്തെ പേര്, ഹബ്ഷ. ഇന്നത്തെ അതിൻ്റെ ന്യൂ പേരാണെന്ത്? എത്യോപ്യ. അവിടെ മരണപ്പെട്ടിരിക്കുന്നു. അവിടെ ആരും നിസ്കരിക്കാല്ല, നമ്മൾ ജനാസ നിസ്കരിച്ചിട്ട് പോകണമെന്ന്. നബിതങ്ങൾ ആ മയ്യത്തിന് വേണ്ടി സഹാബത്തിനെയും കൂട്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. എന്താ ഞാൻ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് അങ്ങകലെയുള്ള നജ്ജാശിയുടെ മരണവാർത്ത അറിയുന്നു. ഇനി അത് നിങ്ങളെ മനസ്സിലിരിക്കട്ടെ. അടുത്ത സംഭവം കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു, സഹാബ വനിത റളിയല്ലാഹു അൻഹ. മദീനത്തെ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുന്ന ക്ലീനിങ് ജോലിക്കാരിയാണ് ആ ഉമ്മ. ഒരു ദിവസം മദീന, അവിടെ അള്ളാഹിന്റെ റസൂൽ അവിടെ ഇടയ്ക്ക് പോയി ഇങ്ങനെ എപ്പോഴും കാണും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ അടിച്ചു വാരാൻ ആളെ കാണുന്നില്ല. സഹാബത്തിനോട് ചോദിച്ചു, എവിടെ പോയി? മദീനത്ത് നിന്നാ ഈ സംഭവം, എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബിമാർ പറഞ്ഞു, നബി അവർ ഇന്നലെ മരിച്ചല്ലോ, രാത്രിയിലായിരുന്നു. ഞങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഞങ്ങൾ നിസ്കാരമൊക്കെ നിർവഹിച്ചിട്ട് നിങ്ങൾ ഉറങ്ങല്ലേ, നിങ്ങളെ വിളിച്ച് വിഷമിപ്പിക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട ഈ നേരത്ത് എന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രി തന്നെ കൊണ്ടുപോയിട്ട് മറവും ചെയ്തു. അള്ളാഹിന്റെ റസൂലിന് വിഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അല്പം നീരസത്തോടുകൂടെ വിമ്മിഷ്ടത്തോടുകൂടി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, അവരെ ഖബർ എനിക്ക് കാണിച്ചതാ. അപ്പൊ തലേന്ന് മറവ് ചെയ്തിട്ടുള്ള പുതുമണ്ണ്, വിതറപ്പെട്ടിട്ടുള്ള പുതുമണ്ണുള്ള ആ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വഹാബത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ അവിടെ പോയിരുന്നു. ആ ഖബറിൽ വെച്ച് ആ സഹോദരിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്നു.
ആ ഖബറിങ്ങിൽ വെച്ച് ജനാസ നിസ്കരിച്ചു, സഹാബികളും നിസ്കരിച്ചോൽക്കും വേണമെങ്കിൽ വീണ്ടും നിസ്കരിക്കുന്നതിന് വിരോധമല്ല എന്നൊരു മസല. ഇത് ഞാൻ പറയുന്നത് എന്തിനാ? മാസങ്ങൾ വഴിദൂരമുള്ള എത്യോപ്യയിലെ മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് അറിയുന്നു. തൊട്ടപ്പുറത്ത് നടന്ന, അയൽപക്കത്ത് നടന്നൊരു മരണം, മദീനത്തെ ആ ശ്മശാനത്തിൽ മറമാടപ്പെട്ടിട്ടുള്ളൊരു മയ്യത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നടന്നിട്ടും അറിഞ്ഞില്ല. ആദ്യത്തെ സംഭവം എടുത്തിട്ട് അള്ളാഹിന്റെ റസൂല് എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത് പറഞ്ഞ സംഭവം എടുത്തിട്ട് നബിതങ്ങൾ ഒന്നും കേൾക്കൂല ഒന്നും അറിയൂല എന്ന് പറയാൻ പറ്റുമോ? രണ്ടും തെറ്റാണ്. പിന്നെന്താ അർത്ഥം? ഇതാണ് അതിൻ്റെ മറുപടി. ഞങ്ങളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ്. അതേ അവസരത്തിൽ എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ അറിയിക്കേണ്ടത് എൻ്റെ റബ്ബ് എന്നെ അറിയിക്കും. അപ്പൊ അത് ഞാൻ അറിയും. അതാ യൂഹാ ഇലയ്യ എന്ന് പറയുന്നത്. എനിക്ക് വഹി കിട്ടുന്നുണ്ട്. അപ്പൊ വഹി കിട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം അറിയിച്ചു കൊടുക്കണം, ഏതൊക്കെ അറിയിച്ചു കൊടുക്കണ്ട, എന്തൊക്കെ കാണിച്ചു കൊടുക്കണം, എന്തൊക്കെ കാണിച്ചു കൊടുക്കണ്ട എന്ന് ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹു തീരുമാനിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പാണ്ട് അറിയും. അതങ്ങോട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്മേലങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് എല്ലാം അറിയും എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അറിയാത്ത ഈ മദീനത്തെ മരണത്തെ പൊക്കി പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് കേവലം സാധാരണക്കാരനാണ്, നമ്മളെപ്പോലെ തന്നെയാണ്, ഒരു വിവരമല്ല, ഒന്നും മനസ്സിലാവൂല, ഒരു മറിഞ്ഞ കാര്യങ്ങളോ ഒരു പ്രത്യേകതകളോ അറിയുകയോ മനസ്സിലാവുകയോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. മുജാഹിദുകൾ, സലഫികൾ അവർ പഴച്ചോരാണ് നമ്മളെ കുറിച്ച് പറയാണ്. എന്താ കാരണം? അവർ നബിനെ സാധാരണക്കാരനാക്കണം. നബിക്ക് അവര് പറയും പോലെയാണെങ്കിൽ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണണം, എല്ലാം കേൾക്കണം, അങ്ങനെയാണ് അവർ പറയുന്നത്. നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, അവരിപ്പോഴും പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന്റെ ശേഷം തന്നെ നമ്മളിവിടെ ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം അള്ളാഹുവിൻ്റെ റസൂല് കണ്ടുകൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ വിശ്വാസം ഇസ്ലാമിലില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറ്റിയിട്ടില്ല. അത് നബി തങ്ങളുടെ പോരായ്മയല്ല, അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവ് കേടുമാണ്. അതേ അവസരത്തിൽ എനിക്കോ നിങ്ങൾക്കോ ആ കഴിവ് കിട്ടൂല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തെരഞ്ഞെടുക്കുന്ന ദൂതന്മാർക്ക് അവൻ എന്ത് ചെയ്യാണ്? അറിയിച്ചു കൊടുക്കണം. അത് അറിയിച്ചു കൊടുക്കേണ്ട സമയത്താണ് അറിയിച്ചു കൊടുക്കണം. അത് മാത്രം അവരറിയും. അതിലപ്പുറമുള്ളത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാര് അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് നബിതങ്ങളെ യാത്രയാക്കും. അള്ളാന്റെ റസൂലിന്റെ കൂടെ പോകുന്നവരുണ്ട്. പ്രവാചകൻ ഇവിടെ ആവുമ്പോൾ ദൂരത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് സംഘങ്ങൾ അയക്കുന്ന സമയങ്ങളുണ്ട്. ദൂരദേശങ്ങളിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാർക്ക് പല സംശയങ്ങളും ചോദിക്കാനുണ്ടാവും. അവരെന്താ അവിടുന്ന് വിളിച്ചു ചോദിക്കലാ? നബി, ഞങ്ങൾ ഇങ്ങനെ വിഷമത്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം, എന്താ ചെയ്യണ്ടേ? ആരവിടുന്ന് ഇങ്ങനെ ചോദിക്കല? ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ല, ഫോണില്ല, മെസ്സേജുകളില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. അവർ ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നില്ല. കാരണം അവർക്കറിയാം അള്ളാന്റെ റസൂലിനെ ഇവിടുന്ന് വിളിക്കാൻ ഭൗതികമായൊരു സംവിധാനങ്ങളുമില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാ ചോദിക്കാനുള്ളത്. അപ്പോ ഇന്ന് വിശ്വസിക്കുന്നതോ ഇന്ന് ഇവിടുന്നാണ് വിളിച്ചാലാണ് കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് സലാമുകൾ ചൊല്ലുക, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സഹീഹായ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, നമ്മൾ സലാം പറയുന്നത് ഒക്കെ നബിതങ്ങൾ നേരിട്ട് കേൾക്കല്ല. പിന്നെന്താ പറയുന്നത്? എനിക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. അതെങ്ങനെ? മലക്കുകളാണ്. ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന. അള്ളാഹുവിന് ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേകക്കാരായ മലക്കുകളുണ്ട്. യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാത്തുകൾ അവർ എനിക്ക് എത്തിക്കുന്നുണ്ട്. എങ്ങനെയാ എത്തിക്കുന്ന രൂപം നമുക്കറിയില്ല. അല്ലാഹു അലം. അദൃശ്യമായ കാര്യങ്ങളാണ്. പക്ഷെ നബിതങ്ങൾ നേരിട്ട് കേൾക്കല്ല. ഞാൻ എന്തിനാ അത് സൂചിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും എല്ലാം കേൾക്കും, എല്ലാം കാണുമെങ്കിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ എനിക്ക് എത്തിക്കും എന്ന് പറയേണ്ട കാര്യമെന്ത്? എല്ലാം കേൾക്കുന്നുണ്ട്, പിന്നെ എന്തിനാ പറയുന്നത്? അപ്പൊ ഈ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകമായൊരു
പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരിപ്പം എന്ന് പറയണ എന്താണ്? യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ നബി ഇങ്ങോട്ട് വരും, ഇവിടെ വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മറ്റ് ഔലിയാക്കന്മാർ എല്ലാവരും വിളിച്ചയിടത്ത് കൂടെ കൂടെ അങ്ങനെ പാറി കളിക്കാണ്. കാണാൻ പറ്റുന്നവർക്കൊക്കെ കാണാൻ പറ്റും, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന നമ്മുടെ നാട്ടിൽ, അത് ഉണ്ടാക്കാൻ അള്ളാന്റെ റസൂലാത്ര പറഞ്ഞത് 1925 26 25 ഉണ്ടാക്കാൻ വിചാരിച്ചതായിരുന്നു. നബിയുടെ ഓർഡർ കിട്ടിയില്ല, പരക്കൽ മുല്ലക്കോയക്ക് ഓർഡർ കിട്ടിയില്ല. 25 26 ഓർഡർ കൊടുത്തത്, സമസ്ത ഉണ്ടാക്കിക്കോ, വഹാബികളെ പൊളിക്കാൻ സമസ്ത ഉണ്ടാക്കിക്കോ എന്ന്. ആര്? അള്ളാന്റെ റസൂല്. ആരോട്? പരക്കൽ മുല്ലക്കോയനോട്. അങ്ങനെ പേര് രൂപീകരിച്ചു. കാരണം ഇവിടെ 25 ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്, ഇന്നത്തെ സലഫികളുടേതായ പണ്ഡിത സംഘടന. അന്ന് ആദ്യം രൂപീകരിച്ചത് അതാണ് 1925. എല്ലാവരും നമ്മളെക്കുറിച്ച് പറയും ഇവരാ പുതിയവര്. ആരാ പുതിയവര്? നിങ്ങൾ മനസ്സിലായിക്കോ. 25 ഉണ്ടായതാണോ പുതിയത്? 26 ഉണ്ടായതാവോ പുതിയത്? 26 ഇതിനെ പൊളിക്കാൻ ഉണ്ടാക്കിയതാണ് ഇവര്. അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയും വരക്കൽ മുല്ലക്കോയ എന്ന് പറയുന്ന ആള് പ്രസിഡന്റുമായിട്ട് സമസ്ത രൂപീകരിച്ചു. രൂപീകരണ യോഗത്തിൽ പാങ്ങിലും വരക്കലും ഒക്കെ ദുആ ചെയ്തു, ഈ സംഘടനയെ വിജയിപ്പിക്കണേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്നു റസൂലേ. ഈ യുഗത്തിൽ ഞങ്ങൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ പറയണതല്ല, വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു കിടക്കുകയാണ് ഇതിന്റെ ശബ്ദങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വെറുതെ ഇതിങ്ങനെ തർക്കിച്ചിട്ട് ഗ്രൂപ്പ് കളിച്ചിട്ട് ഇവിടെ ആർക്കും ബലിദാനൊന്നുമല്ല ഈ പറയണത്. ഇത് അവനാൻ്റെ ദീനാണ്, അവനാൻ്റെ വിശ്വാസമാണ്. ശരിക്ക് പഠിച്ചോളി. ഇതൊന്നും അറിയാത്തൊരു തലമുറയാണ് വളർന്നു വരികയാണ്. ഇതൊന്നും പഠിക്കാത്തൊരു തലമുറ ഇങ്ങനെ വളർന്നു വന്നാൽ കുറച്ചാണ് കഴിഞ്ഞാൽ എന്താ ലോകത്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനപ്പാടുണ്ട്. നമ്മൾ ഇങ്ങനെയെങ്കിലും പലരിടത്തുനിന്നും ധാരാളമായി കേട്ടും പഠിച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ചെറിയൊരു ബോധമുണ്ട്. ഇതൊന്നും കിട്ടാത്തൊരു ന്യൂ ജനറേഷനാ വരുന്നത്. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയാണ്, വിഷയം പഠിക്കാതെ ഖബറിൽ രക്ഷപ്പെടുന്നു ഒരാളും വിചാരിക്കണ്ട. ഞാനും രക്ഷപ്പെടൂല, ഞങ്ങളും രക്ഷപ്പെടൂല. കാരണം ഖബറിൽ വെച്ച് കഴിഞ്ഞാലുള്ള 3 ചോദ്യം ഇവിടുന്ന് ഔട്ടാക്കിയിട്ട് അള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളോടുള്ള റഹ്മത്താണ്. ഇന്ന് ഞാനാണ് മരിച്ചാൽ നിങ്ങൾ മരിച്ചാലും ഇവിടെ പ്രായമൊന്നുമില്ല. ഏത് പ്രായക്കാരും ഉണ്ട് മരണപ്പെടുന്നവര്. രോഗവും വേണ്ട, ഇനി അസുഖം ഉണ്ടായിട്ട് കൊല്ലങ്ങളോളം കിടക്കാം, ഒരസുഖം ഇല്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീഴാം. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എത്രയും വേഗം സ്ഥലം കാലിയാക്കും. ദുഃഖമൊക്കെ ഒരു 3 ദിവസം ഉണ്ടാകും, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറി വന്നാൽ 4 മാസവും 10 ദിവസവും ഉണ്ടാവും. കഴിഞ്ഞാൽ പോകാം, വേറെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ വേണമെങ്കിൽ. എല്ലാവരും മറക്കും, എല്ലാവരും നമ്മെ മറക്കും. ഞാനും നിങ്ങളും ചെയ്ത അമലുമായിട്ട് അവിടെ ഖബറിലുണ്ടാകും. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോരും. ആദ്യ ചോദ്യം റബ്ബിനെ കുറിച്ച്, 2ാം ചോദ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്. ഒറ്റക്ക് കിടക്കുമ്പോൾ ആലോചിക്ക്, രാത്രി കിടക്കുമ്പോൾ ആലോചിക്ക്, ഇന്ന് ഞാനാണ് മരിച്ചു കഴിഞ്ഞാൽ ഈ 3 ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയുന്നത്? നല്ലോണം ആലോചിച്ചോളൂ. കളിയും തമാശയും വിനോദമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാലം കഴിക്കുകയാണ്. നമുക്ക് ആകെയുള്ളൊരു സമാധാനം, ആരാപ്പവിടെ മരിച്ചു പോയിട്ട് തിരിച്ചു വന്നുള്ളത്, അതപ്പം നോക്കാം. എത്രയല്ലേ നമുക്ക്, എത്ര ഈസിയാണ്, എത്ര ട്രോളുകളാണല്ലേ, നമുക്ക് എന്തും പരിഹാസല്ലേ. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഈ പറയുന്നത്, അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്കൊരു പ്രത്യേകതയില്ല എന്നല്ല, ഉണ്ട്, പ്രത്യേകത അല്ല. അള്ളാഹിൻ്റെ റസൂൽ നമ്മളെപ്പോലെ തന്നെയാണ് എന്ന് ഈ കാര്യത്തിലും ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്നാണ്, പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ഈ ലോകം കൊണ്ട മനുഷ്യരിൽ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനാണ്, ഉത്തമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമ്മളെപ്പോലെയെന്ന് വിശ്വസിച്ചാൽ കാഫിറാവും. എന്നാൽ നമ്മളെപ്പോലെ ആണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അതെന്താ? ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രാണ്. അവ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. പക്ഷെ ഏത് വിഷയത്തിൽ?
പ്രകൃത്യായുള്ള കാര്യങ്ങളിലൊക്കെ നബി തങ്ങൾക്കും ബാധകമാണ്. എന്നാൽ യൂഹാ ഇലയ്യ, അത് നമുക്ക് ആർക്കുമില്ല, മറ്റുള്ളവർക്കൊന്നുമില്ല. എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്. വഹീ നൽകപ്പെടുന്ന പ്രവാചകന്മാർക്ക് ഒരുപാട് മുഅ്ജിസത്തുകളും അത്ഭുതങ്ങളൊക്കെ അവരിലൂടെ അങ്ങനെ പ്രകടമാവും. ആ മുഅ്ജിസത്തും കറാമത്തുകളൊന്നും അവരുടെ കഴിവല്ല, പിന്നെ ആരുടെ കഴിവാ? അള്ളാഹുവിന്റെ കഴിവാണ്. അവരിലൂടെ പ്രകടമാകുന്നു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടി വിശന്നിരിക്കുകയാണ്. ഭക്ഷണം എവിടെയോ എന്തോ അന്വേഷിച്ചത് കിട്ടുന്നില്ല. ഒരു സഹാബിയുടെ വീട്ടിൽ ചെറിയൊരാട്ടുംകുട്ടിയുണ്ട്, ഒരിത്തിരി മാവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സഹാബി ഭാര്യനോട് ചോദിച്ചു പറഞ്ഞു, എന്താ ഇവിടെ ചോദിച്ചു. എന്താ ഇവിടെ ഉണ്ട്? ഒരിത്തിരി മാവും കണ്ടുണ്ട്, ഒരിത്തിരി മാവ്, ഒരു ചെറിയൊരാട്ടുംകുട്ടിയുണ്ട്. 300, 500, 6000, 600 ആൾക്കാരാണ് വിശന്നിട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ന വഷളാക്കല്ലിട്ടോ, നിങ്ങൾ ഇന്ന വഷളാക്കല്ലേ, ഇതേ ഇവിടെ ഉള്ളൂട്ടോ, ആൾക്കാരെ കൂട്ടി കൊണ്ടുവരരുതേ, ഭാര്യ പറയണീ സഹാബിയോട്. ചരിത്രം കേട്ടിട്ടുണ്ടോ? അപ്പൊ ഭക്ഷണമല്ല, ആകെ പ്രയാസത്തിലാണ്. കുറഞ്ഞ ആൾക്കുള്ള ഭക്ഷണമല്ലോ. സഹാബിനോട് പ്രത്യേകം ഭാര്യ പറയും, പെണ്ണുങ്ങൾക്കല്ലേ ബേജാറുണ്ടാകുക, നിങ്ങൾ കുറേ ആളെയും വിളിച്ചോടുന്ന് വഷളാക്കല്ലിട്ടോ, ഇവിടെ ഇന്നതേ ഉള്ളൂ. അള്ളാൻ്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, നബിയെ എന്താ വീട്ടിലുള്ളത് ചോദിച്ചു. അള്ളാൻ്റെ റസൂല് സഹാബി പറഞ്ഞു, വീട്ടിൽ ഇതാ ഉള്ളത്, ഒരു ദാജിൻ, ഒരു പെറ്റ്, ഒരു ആട്ടുംകുട്ടിയുണ്ട്, ഒരിത്തിരി മാവുണ്ട്. എന്നാ പെണ്ണുങ്ങളോട് പറഞ്ഞോ, പത്തിരി കിട്ടോ, ഹുബ്സ് കിട്ടോ, ഇറച്ചി അടുപ്പത്ത് വെച്ചോ. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് ആൾക്കാരെയും കൊണ്ട്. ഭാര്യ ആകെ ബേജാറായി. ഒരു പട ആളുകളാണ് വരുന്നത്. ഇവിടെ എന്താ ഉള്ളത് വീട്ടിൽ? സാധനം അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കരുത് എന്ന് പറഞ്ഞു. പത്തിരി ചുട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഹുബ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു, ദുആ ചെയ്തു, കൊടുത്തോളാൻ പറഞ്ഞു. റൊട്ടി അങ്ങനെ ചുട്ടോളാൻ പറഞ്ഞു, ഇറച്ചി അങ്ങനെ വിളമ്പിക്കോളാൻ പറഞ്ഞു. 100 കണക്കിന് ആളുകൾ ഇറച്ചിയും ഹുബ്സും തിന്നു. എവിടുന്ന് ഉണ്ടായി? എവിടുന്ന് ഈ ഭക്ഷണം വർദ്ധിച്ച്? അതാണ് മുഅ്ജിസത്ത്. അതാരാ ചെയ്യുന്നത്? അള്ളാന്റെ റസൂലിന് ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടോ? അള്ളാന്റെ റസൂലിന് ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഇറച്ചി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് നബി തങ്ങൾക്ക് വിട്ടുകൊടുത്തൊരു കഴിവാണെങ്കിൽ അള്ളാന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയില്ലേ? എവിടെയാ ഒളിച്ചിരുന്നത്? സൗർ ഗുഹയില് 3 ദിവസം ഒളിച്ചിരുന്നപ്പോ ഫുഡ് കൊണ്ടേ കൊടുക്കാൻ ആരാ പോയിരുന്നത് സ്വകാര്യമായിട്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവി, ഒരു പെണ്ണ്. കേൾക്കണം സഹോദരിമാര്, ദീനിനു വേണ്ടി എന്താ ചെയ്തത്? ത്യാഗം സഹിച്ചിട്ട് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചിട്ട് അസ്മാ ബീവി ഭക്ഷണപ്പൊതിയായിട്ട് സ്വകാര്യമായിട്ട് സൗറുമലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഹജ്ജിന് പോയവർക്കൊന്ന് നോക്ക്, സൗറുമലയുടെ മുകളിലേക്ക് ആർക്കോ കയറാൻ പറ്റുമോ? ഒരു പെണ്ണാ കയറി പോണത്, ധൈര്യശാലിയായിട്ട്. ആപ്പാക്കും റസൂലിനും ഫുഡ് എത്തിക്കാൻ. ചരിത്രം വേറെയാണ്. ഞാനിവിടെ എന്തിനാ പറയണത്? എന്തിനാ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോണത്? നബി തങ്ങൾക്ക് പറ്റൂലേ? പറ്റിയോ? പറ്റിയില്ല. ഖന്തഖ് യുദ്ധത്തിൽ കടങ്ങ് കുഴിക്കുമ്പോ എല്ലാ സ്വഹാബിമാരും വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കുപ്പായം ആടി നോക്കുമ്പോ 2 കല്ലാ റസൂലിനെ വെച്ച് കെട്ടിക്കണത്. എന്താ കാരണം? വിശന്നിട്ടേ നടു നിവർത്ത് നിൽക്കാൻ പറ്റണില്ല, മുതുകൊണ്ട് വളഞ്ഞിട്ടേ വയറൊട്ടിയിട്ട്. എന്തേ റസൂലിന് അവിടെ പത്തിരിയും ഇറച്ചിയും വർദ്ധിപ്പിച്ച റസൂൽ എന്താ ഇവിടെ അത് ചെയ്യാത്ത? കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? അപ്പൊ കഴിവുണ്ടോ? ഇല്ല. ആര് ഉദ്ദേശിക്കുന്നത് മാത്രം ആ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കും. കുടിക്കാനും കുളിക്കാനും വെള്ളമല്ല, ആകെ പ്രയാസമായി. സഹാബത്താകെ വിഷമത്തിലാണ്, കുടിവെള്ളം പോലും ഇല്ല. നബിതങ്ങൾ സഹാബിമാര് പറഞ്ഞു, നബി ഉള്ള വെള്ളമൊക്കെ തീർന്നിരിക്കുന്നു, പാത്രത്തിൽ അല്പം വെള്ളമേ ഉള്ളൂ. നബി പറഞ്ഞു, ഉള്ള വെള്ളം ഇടിക്കും. സഹാബികൾ വെള്ളം എടുത്തു കൊടുത്തു ഒരു ചെറിയ പാത്രത്തിൽ. 1500 ആൾക്കാരാ. 1500 ആൾക്കാർക്ക് കുളിക്കണം. നബിതങ്ങൾ പാത്രത്തിൽ കയ്യണ് മുക്കി. ഇവിടുന്ന് വെള്ളാണ് പമ്പ് ചെയ്തു. ശുദ്ധജലം പമ്പ് ചെയ്തു. 1500 ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും ഉദു ചെയ്യാനുള്ള വെള്ളം പമ്പ് ചെയ്യണം. ഇത് നബിയുടെ കഴിവാ? നബിക്ക് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമോ? നബിക്ക് വെള്ളത്തുണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല മക്കളെ, നിങ്ങൾ പറയും പറ്റൂല. എന്താ കാരണം? അടുത്ത മറുവശം ചിന്തിക്ക്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂല് മൂത്രയിക്കാൻ പോകുമ്പോ കുറേ ദൂരക്ക് പോകും.
ഞങ്ങൾ നിന്നൊക്കെ മറിഞ്ഞിരിക്കും. ആരും കാണാത്ത തോലത്തെ അവറത്ത് പൊക്കിയിട്ടേ മൂത്രമായിക്കോളൂ. മലവിസർജനം മൂത്രവിസർജനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വെള്ളപ്പാത്രം കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവുന്നു. എന്തിന്? അള്ളാഹിൻ്റെ റസൂലിന് മനോഹരിക്കാൻ, കഴുകാൻ. ഇവിടെ 1500 ആൾക്ക് ആവശ്യമായ വെള്ളം പമ്പി കൈവിരൽ എപ്പോഴും ഇല്ലേ? പിന്നെന്തിനാ അവിടെ വെള്ളം? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് പറയുന്നത് മുഅ്ജിസത്തും കറാമത്തും ഇല്ല എന്നല്ല, മുഅ്ജിസത്തും കറാമത്തും ഉണ്ട്. അടുത്ത ആരോപണം നമ്മളെ കുറിച്ച് അതാണ്. ഇവർക്ക് അമ്പിയാക്കളില്ല, ഔലിയാക്കന്മാരില്ല, മുഅ്ജിസത്തും ഇല്ല, കറാമത്തും ഇല്ല, ഒന്നുമില്ല എന്ന് അവർ പറയുന്ന കൂട്ടക്കാരാണ്. മിണ്ടരുതേ, സലാം പറയരുതേ, മക്കളെ കെട്ടിച്ചു കൊടുക്കരുതേ, മരിച്ചാൽ കാണാൻ പോകരുതേ, അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കരുതേ. ഇതാണോ പറയുന്നത്? മുഅ്ജിസത്തും ഉണ്ട്, കറാമത്തും ഉണ്ട്, പക്ഷെ അത് അവരുടെ കഴിവല്ല. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ എന്ത് ചെയ്യും? നടപ്പിൽ വരുത്തും. പക്ഷെ അത് നമുക്ക് പറ്റൂല. അതാ അവരുടെ ടോപ്പ് പ്രത്യേകത. അപ്പം ഏകദേശം ഒരു ധാരണ ഇട്ട് തരികയാണ്. നിങ്ങൾ കൂടുതൽ പഠിക്കണം. തീരെ കേൾക്കാതിരിക്കരുത്. അയച്ചു തരുമ്പോൾ എല്ലാം കൂടി ഇപ്പോൾ കേൾക്കാൻ മനുഷ്യന്മാർക്ക് സമയം ഉണ്ടാവില്ല. എന്നാലും ഉണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന്. ഇത് നമുക്ക് പിന്നെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ പ്രസംഗിക്കണതും അയക്കണതുമല്ല. അങ്ങനെ ചില ആൾക്കാർക്ക് ധാരണ. അപ്പോൾ ഇത് ഷെയർ ചെയ്താലേ, ഇത് സബ്സ്ക്രൈബ് ചെയ്താലേ മുപ്പർക്ക് അതിൻ്റെ റവന്യൂ കിട്ടും. ഇപ്പോഴും പറയുന്നുണ്ട് ചില പൊട്ടന്മാരങ്ങനെ. നല്ല റവന്യൂ ഉണ്ടാവില്ലേ? കാരണം ലക്ഷക്കണക്കിനല്ലേ സബ്സ്ക്രൈബേഴ്സ്. അതിനു വേണ്ടിയല്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഒഴിവായിക്കളി. നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൂലി, ഞാൻ എത്തിച്ചു തന്നാൽ നിങ്ങൾക്ക് കൂലി. ആരെ എത്തിച്ചു കൊടുക്കുന്നു അവിടെ ഒരാൾ അപ്ലോഡ് ചെയ്ത് ഒരാൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കൂലി. എൻ്റെ നല്ല ഉദ്ദേശം ഉണ്ടോ? എനിക്ക് കൂലി. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നോ? നിങ്ങൾക്ക് കൂലി. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. അപ്പം തെറ്റിദ്ധാരണ മാറണം. നബി സാധാരണ മനുഷ്യനാണോ? ഒരർത്ഥത്തിൽ ആണ്, ഒരർത്ഥത്തിൽ അല്ല. എപ്പോഴാണ് ആണ്, എപ്പോഴാണ് അല്ല, അത് മനസ്സിലായോ? അൽഹംദുലില്ലാഹ്. അപ്പൊ യൂഹാ ഇലയ്യ, എനിക്ക് വഹയി നൽകപ്പെടുന്നു, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്, എനിക്ക് വഹയി കിട്ടുന്നുണ്ട്. അതെന്തിനാ നമ്മളോട് പറയണത്? അതെന്തിനാ നമ്മളോട് പറയണത്? അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ. നിങ്ങൾക്ക് ഇലാഹായിട്ട്, ഞാൻ ഇലാഹല്ല, ഞങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. ലസ്തു ബി ഇലാഹ്, ഞാൻ ഇലാഹല്ല, ഞാൻ മലക്കല്ല, എനിക്ക് മറിഞ്ഞ കാര്യം പറയാൻ പറ്റൂല. സൂറത്തുൽ അൻആം 50-ാമത്തെ ആയത്തിലേക്ക്, സൂറത്തുൽ അൻആം 50-ാമത്തെ ആയത്ത് നോട്ട് ചെയ്തോളിൻ. എന്താ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നത്? വളരെ കൃത്യമായിട്ട് പഠിക്കണം. അഖീദ പഠിക്കാതെ ഖബറിൽ രക്ഷപ്പെടൂല കേട്ടോ. അഖീദ പഠിക്കാതെ ഖബറിൽ രക്ഷപ്പെടൂല. സൂറത്തുൽ അൻആമിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നോക്കൂ. അല്ലാഹ് പറയാൻ പറഞ്ഞിട്ട് പറയണേ, ഖുൽ, നബിയേ പറയൂ, ലാ ഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എന്തേ ഖസായിനുല്ലാഹ്, അള്ളാഹിന്റെ ഖജനാവുകളൊക്കെ എൻ്റെ അടുക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അടുക്കൽ അള്ളാഹിന്റെ ഖജാനയൊന്നും ഇല്ല. നിങ്ങൾ ചോദിക്കണമൊക്കെ ഇങ്ങനെ എടുത്തു തരാനേ. അള്ളാഹിന്റെ ഖജനാവ് എൻ്റെ അടുത്തൊന്നുമല്ല, ഞങ്ങളോടത് അവകാശപ്പെടുന്നില്ല. തീർന്നില്ല. അടുത്ത വാചകം നോക്കൂ. വലാ അഅ്ലമുൽ ഗൈബ, മറഞ്ഞ കാര്യം എനിക്ക് അറിയുകയുമില്ല. മറഞ്ഞ കാര്യം എനിക്ക് അറിയൂല. അപ്പം നബി തങ്ങൾ പിന്നെ മരിച്ചത്, അവിടെ മരിച്ചത് അറിഞ്ഞതോ? അപ്പം അറിയിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു. എല്ലാം അറിയോ? അറിയില്ല. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? വലാ അഅ്ലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യം അറിയൂല. അടുത്തത് നോക്കൂ. വലാ ഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല, ഇന്നീ മലക്കുൻ, തീർച്ചയായും ഞാനൊരു മലക്കാണെന്നും പറയുന്നില്ല. ഞാൻ ആരല്ല? മലക്കുമല്ല, ഞാനൊരു മനുഷ്യനാണ്. പിന്നെന്താ എനിക്ക് നിങ്ങളെക്കാൾ പ്രത്യേകത? ഇന്നത്തബിഉ, ഞാൻ പിൻപറ്റുന്നില്ല, ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹയി നൽകപ്പെടുന്നതെന്തോ അത് പിൻപറ്റലേ എനിക്ക് പറ്റൂ. വഹയിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയത് കിട്ടും, അല്ലാത്ത എനിക്കും കിട്ടൂല. മറ്റതൊക്കെ എൻ്റെ റബ്ബാണ്, റബ്ബിനാണ് അതിന് പറ്റുക. എനിക്ക് ആ റബ്ബ് അറിയിച്ച് അന്നത് ഞാൻ പറയും. ഞാൻ മനുഷ്യനാണ്, മലക്കല്ല. എനിക്കെല്ലാം അറിഞ്ഞ കാര്യം അറിയാൻ പറ്റൂല. അങ്ങനെ എല്ലാം അറിഞ്ഞ കാര്യവും അറിയാമായിരുന്നുവെങ്കിൽ അത് അടുത്ത ആയത്തിൻ്റെ നീങ്ങിയാൽ ഒരുപാട് പറയണ്ടാവും.
അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്, വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഒരാപത്തും എന്നെ ബാധിക്കില്ലായിരുന്നു. പക്ഷെ നബിക്ക് ആപത്ത് ബാധിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഉഹദിൽ കുഴിയിൽ വീണില്ലേ? മുമ്പിലുള്ളത് കാണാൻ പറ്റിയോ? ഈ ആയത്തിന് മുസ്ലിയാക്കന്മാർ നൽകിയ അർത്ഥം കേട്ടാൽ നിങ്ങൾ ഞെട്ടിത്തെറിച്ചു പോകും. ഇപ്പൊ ഞാൻ അന്നാമിൽ 50-ാമത്തെ ആയത്ത് ഓതിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ശൈത്താൻ മനുഷ്യനെ കൊണ്ടുപോകണ എങ്ങട്ടാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ആയത്തിന്റെ ശരിയായ അർത്ഥം നിങ്ങൾ കേട്ടില്ലേ? ഇനി അവർ വെക്കണ അർത്ഥം ഞാൻ വെച്ച് തരാം, അത്ഭുതപ്പെട്ടു പോകും. അവർ വെക്കണ അർത്ഥം പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. അവർ വെക്കണ അർത്ഥം പറയണം. ഖുൽ നബിയെ പറയൂ, അല്ലാഹ് പറയാണ്, ഖുൽ നബിയെ പറയൂ, ലാ ഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി എൻ്റെ അടുക്കലുണ്ട്, ഖസായിനുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാനുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇയാൾ വെറുതെ ഖുർആൻ കൈപിടിച്ച് നോണ പറയണം. എനിക്ക് ഇതാ പറയണം, നിങ്ങൾ വിഷയം പഠിക്കുന്നത്. എൻ്റെ അടുക്കൽ അള്ളാന്റെ ഖജാന ഉണ്ട് എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥത്തിന് നേരെ എതിര് പറയാ. എൻ്റെ അടുക്കൽ അള്ളാന്റെ ഖജനാവ് ഉണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ ഇൽമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതുവരെ മാത്രമേ ഓതുള്ളൂ. അടുത്തത് ഓതാൻ ഓന് പറ്റൂല, കാരണം ദുർവ്യാഖ്യാനത്തിന്റെ മാസ്റ്റർ പീസൺ പൊളി. അടുത്ത വാചകം എന്താ? വലാ ഖൂലു ലക്കും ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ്, പക്ഷെ നിങ്ങളോട് പറയില്ല. ഔലേ, അതവിടെ മൂടി വെച്ചു. വിശ്വാസപൂർവം എന്നുള്ള ആത്മകഥ എഴുതിയ മറ്റേ മുസ്ലിയാരെ അയാൾ കൊട്ടപ്പുറത്ത് വെച്ചെന്ന്, കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ഓതിയ ആയത്താണിത്. കൊട്ടപ്പുറം സംവാദം അവരിറക്കിയ പുസ്തകം എൻ്റെ കയ്യിൽ, എൻ്റെ ഷെൽഫിലുണ്ട്. ഈ അർത്ഥം എവിടെ അവർ വെച്ചത് ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. പച്ച മലയാളം വായിക്കാൻ അറിയാവുന്ന ആർക്കും വായിക്കാവുന്നത്. ഇത് ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വേദന അല്ലല്ലേ? നമുക്കെന്ത് വേദന? അള്ളാന്റെ ഖുർആൻ ആരെങ്കിലും കളിച്ചോട്ടെ, നമുക്കെന്താ? എൻ്റെ അതിരൊന്ന് നീക്കിയാൽ മതി. എൻ്റെ വീട്ടിൻ്റെ ആധാരം ആരെങ്കിലും വേറെ എന്തെങ്കിലും ഒരു തിരിമറി നടത്തിയാൽ മതി. എൻ്റെ സ്വഭാവമാണ് കാണും. അപ്പോൾ മാനുഷിക സമൂഹത്തിന്റെ മുഴുവൻ ദിശാബോധത്തിന് റഹ്മാനായ റബ്ബിറക്കിയ ഈ ഡോക്യുമെന്റിൽ കനത്ത കൃത്രിമവും കള്ളത്തരങ്ങളും കാണിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേദന തോന്നുന്നില്ലെങ്കിൽ എന്തിനാ സഹോദര നമ്മളൊക്കെ മുസ്ലിമാന്ന് പറഞ്ഞു നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പച്ച അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ നേരെ അർത്ഥം പറയാ, എന്നിട്ട് അവര് ലോകത്ത് വലിയ നേതാക്കളായി ചമയ. എത്ര ഗൗരവമാണ് വിഷയം. ഇതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് എന്നോടും നിങ്ങളോടും പറയണം, മരണം വരെ പഠിച്ചോളി. ഇത് നമ്മളെ അഖീദയാണ്. നരകത്തിൽ വീഴുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിൽ വന്ന് വീഴില്ലായിരുന്നല്ലോ. അത് അവിടുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എനിക്ക് വഹി കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണെന്ന്. ഇനി അടുത്ത കാര്യം പറയണം, അവസാനിപ്പിക്കണം. ഫമൻ കാന യർജു, അതുകൊണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലിഖാ റബ്ബിഹി, തൻ്റെ റബ്ബിനെ കാണണം. മരിച്ചു പോയിട്ട് അള്ളാൻ്റെ അടുത്ത് എത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടർത്ഥം ഉണ്ട് അവിടെ. ഒന്ന്, അള്ളാന്റെ തിരുമുഖം കാണാൻ ആർക്കെങ്കിലും പൂതിയുണ്ടോ? അള്ളാഹിനെ നാളെ പരലോകത്ത് നിന്ന് കാണണോ? ഒരർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം, റബ്ബിനെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൂലി കിട്ടണം, അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടർത്ഥവും ഇവിടെ വരും. അള്ളാഹിനെ കാണുക എന്നുള്ളത് മോമിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. കാഫറുകൾക്ക് കാണാൻ പറ്റൂല, മുനാഫിക്കിന് കാണാൻ പറ്റൂല. റബ്ബിനെ കാണാൻ കൊതിയില്ലാത്തവരാരാള്? നമ്മൾ അള്ളാഹിനോട് തേടുകയാണ്, അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്കൽ കരീം, റബ്ബേ നിന്റെ ഉദാരമായ മുഖത്തേക്കൊന്ന് നോക്കി ആസ്വദിക്കാൻ അതിനുള്ള തൗഫീക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഏത് ദിവസാ നമുക്കുള്ളത്? നമ്മുടെ ദുആകളിൽ അതില്ലേ? എന്നെ കാണണം. വജൂഹു യൗമൈദിൻ നാദിറ, അതത് മുഖങ്ങൾ ഇങ്ങനെ ശോഭിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അള്ളാഹിനെ കണ്ടിട്ട്. സ്വർഗത്തേക്കാൾ അപ്പുറമാണ് അള്ളാഹിനെ കാണൽ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ,
സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം. വസിയാദ, അതിനേക്കാണ് അപ്പുറമുണ്ട്. അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹില്ലാഹ്, അള്ളാനെ കാണുക, റബ്ബിനെ ഒന്ന് കാണുക, മുത്ത മുസ്തഫയെ കാണുക, അള്ളാനെ കാണുക. അവിടുന്ന് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം, അവിടുത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. എനിക്ക് അള്ളാനെ കാണാൻ പൂതിയുണ്ട്, പരലോകത്ത് രക്ഷപ്പെടാൻ പൂതിയുണ്ട് എന്ന് വെറും വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫൽയഅമൽ അമലൻ സാലിഹ, അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ. എന്താ ഒരു കാര്യം സൽക്കർമാവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു കാര്യം സൽക്കർമാവണമെങ്കിൽ എന്ത് വേണം? അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാവണം. എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് സൽക്കർമ്മ എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അതിന് കൂലിട്ടൂല. സൽക്കർമ്മങ്ങൾ എന്താണോ അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നത് ചെയ്യണം, മാതൃകയുള്ളത് ചെയ്യണം. എനിക്കിപ്പോൾ നല്ല ഉന്മേഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ സുബൈക്ക് നീട്ടിട്ട് 3 റക്അത്ത് നിസ്കരിച്ചാൽ നരകത്തിലാണ് നമസ്കാരം. സുബൈ 3 ഉണ്ടോ? അവിടെ തന്നെ ഒതുങ്ങിക്കണം. ലുഹറിന് നല്ല ചൂടാണ്, ഞാൻ 2 നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അയ്യാ സുബൈക്ക് നിസ്കരിച്ചോളാം, 4 അപ്പ നല്ല ഉന്മേഷം ഉണ്ട്, ഇപ്പം എനിക്കതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നരകത്തിൽ കാണുമോ? ഒരു കാര്യം സൽക്കർമ്മമാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. അതോടൊപ്പം ഇഖ്ലാസ് വേണം. ഇഖ്ലാസാണ് തൗഹീദ്. അതാണ് അടുത്തത് നോക്കൂ, വലാ യുശ്രിക്, അടുത്ത കണ്ടീഷൻ വലാ യുശ്രിക്, അവൻ പങ്കു ചേർക്കുകയും ചെയ്യാതിരിക്കട്ടെ. എന്തിൽ? ബിഇബാദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിന് ആരാധന എടുക്കുന്നതിൽ, തൻ്റെ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നതിൽ അഹദൻ, ഒരാളെയും പങ്കു ചേർക്കരുത്. അവിടെ 2 അർത്ഥമുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് ജലിയുണ്ട്, ഷിർക്ക് ഖഫിയുണ്ട്. ഷിർക്കുൻ ജലി എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഷിർക്ക്, ഷിർക്കുൻ ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായ ഷിർക്ക്. ഏതാണ് ഗോപ്യമായ ഷിർക്ക്? റിയാ. റിയാ, ഞാൻ വേറുള്ളവരെ കാണാൻ വേണ്ടി നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മൊഞ്ചു കൂട്ടി നിസ്കരിക്കുക, നിങ്ങളൊക്കെ എന്നെ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ. അപ്പോൾ ആർക്കു വേണ്ടിയാണ് നിസ്കരിക്കണം? നിങ്ങൾ കാണാൻ. അത് ഷിർക്കാണ്, അത് ഗോപ്യമായ ഷിർക്കാണ്. ചെറിയ ഷിർക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇസ്ലാമെന്ന് പുറത്തു പോകില്ല, പക്ഷേ കഠിനകഠോരമായ ശിക്ഷ ഉണ്ടാവും. ആ അമലിന് ഒരു ഫലം ഉണ്ടാവില്ല. അപ്പം ആളെ കാണിക്കാൻ വേണ്ടി ആവരുത്. പിന്നെയോ വലിയ ശിർക്കുണ്ടാവരുത്, പറയാനുമില്ലല്ലോ. വലിയ ശിർക്ക് അള്ളാഹു പൊറുക്കാത്ത ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുക. മിഞ്ഞാന്ന് മരിച്ചിട്ടേ ഉള്ളൂ ആ കൂറത്തങ്ങൾ എന്ന് പറയുന്ന ആള്. ഇന്ന് ദർഗയായി. പെട്ടി വെക്കാനുള്ള സമയം പോലും ദർഗ ഉണ്ടാക്കിയ പിശാചുക്കൾക്ക് അവസരം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് അവിടെ പൈസ വീണു, ജാറം കെട്ടിപ്പടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. മരണനേരത്തുള്ള ശാപം, ലഅനത്തുല്ലാ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അന്നത് ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ മേൽ ശാപം വാക്കുകൾ കൊണ്ട് പറഞ്ഞു. എന്താ അവർ ചെയ്ത തെറ്റ്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറുകളെ അവരെന്താക്കി? സുജൂദ് ചെയ്യാനുള്ള ഇടങ്ങളാക്കി. നബിമാരുടെ ഖബറായപ്പോൾ എന്നാ തരക്കെടില്ല, നല്ല കാര്യമെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. ആ ശപിച്ച പ്രവർത്തനമാണ് ഇവിടെ ചെയ്യണത്. നിരന്തരം ആരെങ്കിലും വീണ് കിട്ടിയാൽ മതി, അപ്പം ദീർഘ പൊക്കി അവിടെ വരുമാനം ഉണ്ടാക്കി, കറാമത്ത് ഇങ്ങനെ ഒഴുകുകയായി. പിന്നെ ഇനിയിപ്പോൾ മൂപ്പരായി അല്ല അള്ളാഹ്, ഇനിയിപ്പോൾ എല്ലാം മൂപ്പരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ലോകത്ത് എന്തിനേക്കാളും ഗുരുതരമായ പാപമാണ് ഷിർക്ക്. അതുകൊണ്ട് ഷിർക്ക് കലരാതെ ഇബാദത്ത് ചെയ്യണം. ചെറിയ ഷിർക്കും ഉണ്ടാവരുത്, വലിയ ഷിർക്കും ഉണ്ടാവരുത്. എങ്കിലേ അള്ളാഹിനെ സന്തോഷത്തോടെ നാളെ പരലോകത്ത് വെച്ച് കാണാനും അവനിൽ നിന്ന് സവാബുകൾ, പ്രതിഫലങ്ങൾ കിട്ടാനും അവൻ്റെ ഇഖാബിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. അതാണ് ഇവിടെ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അവസാനിപ്പിക്കുകയാണ്. 110 ആയത്തുകളോടുകൂടി എല്ലാ വെള്ളിയും നമ്മളെ കൊണ്ട് ഇതിങ്ങനെ പാരായണം ചെയ്യിപ്പിക്കുന്നത് വെറുതെ അല്ല. മനസ്സറിഞ്ഞെല്ലാവരും പാരായണം ചെയ്യണം. വളരെ ഗൗരവമാണ് വിഷയങ്ങൾ, പഠിക്കണം. ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ പറയേണ്ടതും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതൊക്കെയാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. കഴിവിൻ്റെ പരമാവധിയൊക്കെ റെഫർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾ വരാം,
റഹ്മാനായ റബ്ബ് പുറത്തു തരട്ടെ. നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ശബ്ദം ഉയർത്തി പറഞ്ഞിട്ടുണ്ടാവാം, ചില വാചകങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാകാം. ഒക്കെ ദീനിന് വേണ്ടി മാത്രമാണ്. പേഴ്സണൽ ഇതുകൊണ്ട് ഒരു കാര്യം ഒരാൾക്കില്ല. ഈ ദീനിനെങ്ങനെ വികലമാക്കുകയും ഈ ദീനിനെങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ വലിയ ആൾക്കാർ, നേര് പറയുന്നവർ സമൂഹത്തിൽ കുഴപ്പക്കാർ, ഒരു ഫിത്തനക്കാർ. അങ്ങനത്തെ ഒരു ദുരന്താണ് ലോകത്തുനിന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് വിശദീകരിക്കാനുണ്ട് പലതും. വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയേണ്ടുന്ന എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യണം. റിയായിൻ്റെ ഗൗരവവും മറ്റു കാര്യങ്ങളും ഷിർക്കിൻ്റെ ഗൗരവവും ഒക്കെ അതിൽ വന്നു കഴിഞ്ഞു നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യണം. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിനെ ഏറ്റവും അധികം സന്തോഷത്തോടെ ആനന്ദത്തോടെ കണ്ട് ആനന്ദിക്കുവാനും നമ്മൾ ചെയ്തിട്ടുള്ള അമലുകളൊന്നും ചോർന്നു പോകാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടാകും. റഹ്മാനായ റബ്ബ് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം കാവൽ നൽകുമാറാകട്ടെ. നമ്മളോട് വിട പറഞ്ഞിട്ടുള്ള നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും റബ്ബിൻ്റെ കാവലും തുണയും ഉണ്ടാകട്ടെ. മാരക രോഗങ്ങളിൽ പെടാതെ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. കൂടുതൽ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും ദീനിയായ കാര്യങ്ങളിൽ സഹകാരികളാകുവാനും ദീനിൻ്റെ പ്രചരണത്തിൽ പങ്കെടുക്കുവാനുമൊക്കെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.